ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓരോ ഭാഗങ്ങളായി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ട്രഡീഷണൽ നോളജ് ആൻഡ് റെലവൻസ് ഓഫ് ഇൻഡിജീനിയസ് നോളജ്, അല്ലേ? റെലവൻസ് ഓഫ് ഇൻഡിജീനിയസ് നോളജ് ആണ് നമ്മുടെ ഈ ഒരു പാർട്ടിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ എക്കണോമിക് ലാംഗ്വേജ്, ഏർലി വാർണിംഗ് സിസ്റ്റം ആൻഡ് ഫ്ലഡ്സ്. ഇതിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രഡീഷണൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രഡീഷണൽ നോളജ്. ട്രഡീഷണൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരമ്പരാഗതമായിട്ട് നോളജ് ഉള്ളത്, അതൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് ഇതാക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണ് റെലവൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്. എന്തിൻ്റെ? ഇൻഡിജീനിയസ് തന്നെ തദ്ദേശീയമായ അർത്ഥം, അല്ലെങ്കിൽ നാടൻ, അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശീയ ജീവിതം എന്നൊക്കെ പറയാം. അതാണ് ഇൻഡിജീനിയസ് നോളജ്, നമ്മുടേതായ തദ്ദേശീയമായ നോളജ് എന്നാണ് ഇതിന് റെലവൻസ് ഓഫ് ഇൻഡിജീനിയസ് നോളജ് എന്ന് പറഞ്ഞാൽ. ഇതാണ് എന്ത്? എക്കണോമിക് ലാംഗ്വേജും ഏർലി വാർണിംഗ് സിസ്റ്റവും ഫ്ലഡ്സൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രഡീഷണൽ നോളജ് ആണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, ഇതിൽ ട്രഡീഷണൽ നോളജ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ദ പാസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി, but also helps the community to make a decision to and what to do. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് നോക്കുക എന്നതല്ല, അത് ബന്ധിച്ച് അത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് നമുക്കിത്, ബട്ട് ഓൾസോ ഇറ്റ് community to make a decision on what to do and what not to do. നമ്മളൊരു സൊസൈറ്റി തീരുമാനമെടുക്കുന്നത് അത് വേണോ വേണ്ടേ എന്ന് തീരുമാനമെടുക്കുക. ട്രഡീഷണൽ ലാംഗ്വേജ് ഈസ് നോട്ട് ഓൺലി പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റി ട്രഡീഷണൽ എന്ന് പറഞ്ഞ സംഭവം, അതായത് പരമ്പരാഗതമായ അറിവുകൾ, നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് മാത്രമല്ല, അത് ഇപ്പോൾ അത് മാത്രമല്ല, എന്തും കൂടിയാണ്. ബട്ട് ഓൾസോ എ കമ്മ്യൂണിറ്റീസ് ടു മേക്ക് എ ഡിസിഷൻ ഓൺ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നൊരു കമ്മ്യൂണിറ്റി എടുക്കുന്ന ഡിസിഷൻ്റെ കൂടി പ്രാധാന്യം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? ഒരു സൊസൈറ്റിയിൽ പഴയ കാര്യങ്ങൾ, അതായത് പഴയ കാര്യത്തെക്കുറിച്ച് നോളജ് ഉണ്ടായിട്ട് കാര്യം മാത്രമല്ല, അതെങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, അതെങ്ങനെയൊക്കെ ചെയ്യണ്ട എന്നുള്ളതും കൂടി ഒരു കമ്മ്യൂണിറ്റി അറിയാൻ തയ്യാറാവണം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ലോക്കലി ബൗണ്ട് ആൻഡ് ഇൻഡിജീനിയസ് സ്പെസിഫിക് ഏരിയാസ് കമ്മ്യൂണിറ്റി കൾച്ചർ ആൻഡ് കോണ്ടാക്ട് സ്പെസിഫിക് നോൺ ആൻഡ് ഫോമൽ നോളജ് ഓഫ് ഓറലി ട്രാൻസിഷൻ ഓഫ് പ്രിപ്പയർ ജനറൽ ഡോക്യുമെൻ്റ്. അതായത് ലോക്കലി ബൗണ്ടഡ് ഏരിയ, അതായത് ഒരു ലൊക്കാലിറ്റിയിൽ അതിർത്തിൻ്റെ ഉള്ളിലുള്ള പ്രദേശത്ത് നമ്മളിപ്പോൾ പറഞ്ഞുകൊടുക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ബാക്കി പത്രങ്ങളാണ്. അതായത് ദുരന്ത നിവാരണങ്ങൾക്ക് വേണ്ടി ഏജൻസീസും അതിന് ഗൈഡ് ലൈൻസും അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ അത് ബന്ധിച്ചിട്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ പോയിൻറ്സും, അതായത് ഇപ്പോൾ കഴിഞ്ഞുപോയ ഒരു നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോളജ് തന്നെയാണ്. പക്ഷേ അത് വേണോ വേണ്ട ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ അപ് ടു ഡേറ്റ്സിൽ നടക്കുന്ന സംഭവങ്ങൾ റിലേറ്റഡ് ആയിട്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കാനും വേണം എന്ന് തീരുമാനിക്കുന്ന കമ്മ്യൂണിറ്റി തന്നെയാണെന്നാണ് പറയുന്നത്, അല്ലേ? അതേപോലെ ഒരു ബൗണ്ടറി ഇൻഡിജീനിയസ് സ്പെസിഫിക് ഏരിയ, ഒരു ലൊക്കാലിറ്റിയിലുള്ള സ്പെസിഫിക് ഏരിയനെ പറ്റി റെലവൻസ്, അതായത് അത്രയും നമുക്ക് അറിവുണ്ടെങ്കിൽ ഇറ്റ് കമ്മ്യൂണിറ്റീസ് കൾച്ചർ ആൻഡ് കോണ്ടാക്ട് ആ ഒരു ബൗണ്ടറിയിലുള്ള ലൊക്കാലിറ്റിയിൽ ജനിക്കുന്ന ജനങ്ങളുടെ സംസ്കാരത്തെ പറ്റി നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ഫോമൽ നോളജ് ആൻഡ് ഓറലി ട്രാൻസ്മിഷൻ ആൻഡ് ജനറേറ്റീവ് ഡോക്യുമെൻ്റ് ഡൈനാമിക് ആൻഡ് ബേസ്ഡ് ഇന്നോവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ആൻഡ് experimentation. Okay, it close related to survival and subsistence for many people worldwide. അപ്പോൾ ഒരു ലൊക്കാലിറ്റിയുടെ ഉള്ളിൽ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ലൊക്കാലിറ്റി ഉള്ളിൽ ഒരു പ്രത്യേക സ്പെസിഫിക് ഏരിയയിൽ നടക്കുന്ന ഒരു ഡിസാസ്റ്റർ ആണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഡിസാസ്റ്ററിന് നമുക്കൊരു മുൻകരുതൽ എടുക്കാൻ പറ്റും എന്നാണ് വേൾഡ് വൈഡിൽ ഇതുവരെ സംഭവിച്ച ഡിസാസ്റ്ററിൽ നിന്നും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അറിയേണ്ടതെന്നാണ് പറയുന്നത്. Okay, then your answer should be not be polite and technical knowledge.
ടെക്നിക്കൽ നോളജ് ഉണ്ട്. ഇതിന് എന്തൊക്കെ തരം നോളജാണ് നമുക്ക് കിട്ടുന്നത്? ടെക്നിക്കൽ നോളജ്, എൻവയോൺമെൻറ്റൽ നോളജ്, എക്കണോമിക്കൽ നോളജ് ആൻഡ് വെതർ പാറ്റേൺ ആൻഡ് റിവർ പാറ്റേൺ, ആനിമൽ ബിഹേവിയർ ആൻഡ് അതേഴ്സ്. യുവർ ആൻസർ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഫോളോയിങ് പോയിന്റ്സ്. ആൻഡ് സിൻസ് ദ ട്രഡീഷണൽ നോളജ് ആൻഡ് കമ്മ്യൂണിറ്റി ഹാസ് ഗൈഡിങ് ദ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓഫ് ഡെവലപ്പ് ദെയർ മെക്കാനിസം ഓഫ് ദ ഡിഫറെൻറ്റ് ഡിസാസ്റ്റേഴ്സ് ഫേസ്ഡ്. ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, അതായത് നമുക്ക് അത്തരം ഏരിയയിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെൻറ്റേഷൻ, നമുക്ക് അത്ര ഏരിയയിൽ നിന്ന് കിട്ടുന്ന റിക്കാർഡിക്കലായിട്ടുള്ള തെളിവുകളും മറ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. യുവർ ആൻസർ ഷുഡ് ബി knowledge is not effective unless it included the disaster risk reduction activities. Okay, your answer should include following points. അത് നമുക്ക് എങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്ക് ഒരു ലൊക്കാലിറ്റിയിൽ നടക്കുന്ന ഡിസാസ്റ്റർ എങ്ങനെയാണ് ഉണ്ടായത്, അത് എന്തായിരിക്കും അതിന് കാരണം എന്നൊക്കെ എന്തൊക്കെ നോളജ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഈസ് ടെക്നിക്കൽ നോളജ് ഉപയോഗിക്കാം. എൻവയോൺമെൻറ്റൽ നോളജ്, ആ ഒരു പരിസ്ഥിതിയിൽ അങ്ങനെ വരൂലേ എന്നൊക്കെ നോക്കാം. നമ്മളൊരു ഒരു ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, ഭൂമിശാസ്ത്രപരമായിട്ട് ആ ഒരു ബൗണ്ടറി തിരിച്ച ലൊക്കാലിറ്റിയിലുള്ള പ്രത്യേകത കൊണ്ടാണോ ആ ഡിസാസ്റ്റർ അവിടെ വന്നത്. എൻവയോൺമെൻറ്റൽ നോളജ് ആൻഡ് എക്കണോമിക് നോളജിലെ സാമ്പത്തികപരമായിട്ടുള്ള നോളജ്. നെക്സ്റ്റ്, യുവർ ആൻസർ ഷുഡ് ബി ഇൻക്ലൂഡ് ദ ഫോളോയിങ്: വെതർ പാറ്റേൺ, റിവർ പാറ്റേൺ ആൻഡ് ആനിമൽ ബിഹേവിയർ ആൻഡ് അതേഴ്സ്. ഇതൊക്കെ എന്താണ്? നോളജുമായിട്ട് ബന്ധപ്പെട്ട. ആനിമൽ ബിഹേവിയർ എന്ന് പറയുന്നത് അതായത് ചില മൃഗങ്ങൾ എന്തെങ്കിലും സൈക്ലോൺസ്, അതായത് ചുഴലിക്കാറ്റ്, നിങ്ങൾക്കറിയാലോ സൈക്ലോൺസ്, ചുഴലിക്കാറ്റോ അങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ നമുക്ക് വരാൻ പോകാനുള്ള അപകട മുന്നറിയിപ്പ് നമുക്ക് തരും. അത് എൻവയോൺമെൻറ്റൽ തരും. എങ്ങനെയൊക്കെ തരും? ആൻഡ് സീ റിവർ പാറ്റേൺസ് ആൻഡ് വെതർ പാറ്റേൺസ്, അത് കാലാവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും. ആനിമൽ ബിഹേവിയർ കണ്ടാൽ മനസ്സിലാവും. ആനിമൽ ബിഹേവിയർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡോഗ് എന്താ ചെയ്യും? ഓരിയിട്ടുകൊണ്ടേയിരിക്കും. ഡോഗ് പ്രത്യേക ഒരു സൗണ്ട് ഉണ്ടാക്കും, എന്തോ ഒരു അപകടം മുന്നേ. കാരണം നമ്മുടെ ഹിസ്റ്റോറിയൽ ഇതിൽ തന്നെ പറഞ്ഞു ട്രഡീഷണൽ നോളജ്, അവിടെയാണ് നമ്മൾ ട്രഡീഷണൽ നോളജ് എടുക്കുന്നത്. ട്രഡീഷണൽ നോളജുള്ള ആളുകൾക്ക് പരമ്പരാഗതമായി അറിവുകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പണ്ടേ മൃഗങ്ങൾ, അത് നമുക്കറിയാം. നമ്മൾ പ്രീ ഹിസ്റ്റോറിയൻസ് ആണ്. നമ്മൾ പണ്ട് മനുഷ്യനുണ്ടായ കാടും ആയിട്ട് സ്ഥിരതാമസമൊക്കെ മനുഷ്യൻ പണ്ട് ചരിത്രാതീത കാലം മുമ്പ് സ്ഥിരതാമസത്തിൽ ഏർപ്പെടുന്നതിന് കുറേ മുമ്പ് അവർ കാടുമായിട്ട് വളരെ റിലേറ്റഡായി ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടിലുള്ള മൃഗങ്ങളുടെ ഓരോ ചേഷ്ടകളും ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? കാട്ടിലെ മൃഗങ്ങളുടെ ഓരോ ചേഷ്ടകളും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിലാണ് എന്ത് വരുന്നത്? ആനിമൽ ബിഹേവിയർ ആൻഡ് അതേഴ്സ്. ആനിമൽ ബിഹേവിയർ എന്ന് എങ്ങനെയാണ്? എന്തോ ചുഴലിക്കാറ്റോ അല്ല എന്തെങ്കിലും കൊടുങ്കാറ്റോ പേമാരോ ഒക്കെ വരുന്ന കുറച്ച് മുമ്പ് ഇവർ പ്രത്യേക തരം ഒരു സൗണ്ട് ഉണ്ടാക്കും മൃഗങ്ങളൊക്കെ. അത് അന്നത്തെ മനുഷ്യർ മനസ്സിലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് സിൻസ് ദ traditional knowledge of the community has been guiding the community members of develop their own coping mechanism for the different disasters faced. അതായത് പണ്ട് എത്രയോ ഫേസ് ചെയ്ത് പോയ ഡിസാസ്റ്റർ കൊണ്ട്, എത്രയോ അഭിമുഖീകരിച്ച് പോയ ഡിസാസ്റ്റർ കൊണ്ട് അവർക്ക് അനുഭവജ്ഞരാണ്. ഇനി എന്തായിരിക്കും, എങ്ങനെയാണ് ഇത് തരണം ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് അറിവുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.